ശ്രീ ശ്യാമരാജ്, ഇവിടെ 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 ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ നിന്ന് ഈ പറയുന്ന കിട്ടുന്ന റവന്യൂ വരുമാനം എത്രയാണ്? 60,000 കോടി, 50,000 to 51,000 കോടി. മഹാരാഷ്ട്രയിൽ ലിക്കർ റവന്യൂ 30,000 to 37,000 കോടി. മധ്യപ്രദേശ് 9,000 to 10,000 കോടി. ഹരിയാനയിൽ 12,000 കോടി. രാജസ്ഥാനിൽ 10 മുതൽ 11,000 കോടി. അതുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഖജാന ഈ കള്ളിന്റെ മണമുള്ള പണം കൊണ്ട് ആഞ്ഞു നിറയാണ്. അതുകൊണ്ട് ധാർമ്മികമായി നിങ്ങൾക്കും ഈ കള്ളിനെതിരെ ഒരുപാട് സംസാരിക്കാൻ അവകാശമുണ്ടോ? ഹാഷ്മി, ഉത്തർപ്രദേശിൽ കള്ളിന്റെ മണമുള്ള കാശ് മാത്രമൊന്നും അല്ല ഉള്ളത്. അവിടെ അശോക് ലൈലാൻഡിന്റെ പുതിയ ഇലക്ട്രിക്കൽ മറ്റേ ബസ്സുകളും ടാറ്റയുടെ പുതിയ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെയും ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള വികസനം നടക്കുന്നിടത്ത് അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ കേരളത്തിലെ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ കള്ളു കുടിച്ചു അതിന് ഞങ്ങൾ ടാക്സ് എടുത്തു എന്ന് BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും പറഞ്ഞിട്ടില്ല. അത് മാത്രവുമല്ല, ഗുജറാത്തും ബീഹാറൊക്കെ ഉൾപ്പെടെ മദ്യനിരോധനം നടപ്പിലാക്കിയുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP ആണ്. ഇവിടെ കേരളത്തിലെ പ്രശ്നം എന്താണ് കാശ്മീർ? കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിലൊക്കെയാണ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ വീഡിയോ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ട് പറയും നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് പറയും. എന്നിട്ട് അതേ വശത്ത് ഇതേ സർക്കാർ തന്നെ വന്നിട്ട് പറയും നിങ്ങൾ ഇഷ്ടംപോലെ കള്ളു കുടിച്ചു എന്നിട്ട് അടിച്ച് തൂഫാൻ ആയിക്കോന്ന് പറയും. ഒരു വശത്ത് പറയും ഇവരെന്താണ് ഈ ഇത്ര ഡേർട്ടി ബിസിനസ് എന്ന് പറയും, എന്ത് മയക്കുമരുന്ന് ഡേർട്ടി ബിസിനസ് എന്ന് പറയും. മറുവശത്ത് പറയും നിങ്ങൾ ഇഷ്ടംപോലെ കള്ളു കുടിച്ചു എന്ന് പറയും. നാർക്കോട്ടിക്സ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കലാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് മറ്റൊരു കാര്യവും ചെയ്യാതെ ഈ മദ്യത്തിന്റെ മേലെ മാത്രം കിടന്ന് ഉരുളുന്നതാണ് കാശ്മീർ ഇവിടുത്തെ പ്രശ്നം. ഇനി എനിക്ക് നിങ്ങൾ സമയം തരണം. ഇവിടെ ഈ മദ്യത്തിന്റെ കാര്യത്തിലോട്ട് പോയിന്റിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് ഇവിടെ ഈ ഒരു കാര്യം, ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചങ്കുറപ്പ് LDF ആണ്, UDF ആയാലും കാണിക്കണം. അതല്ലാതെ വെറുതെ കീലേരി അച്ചു കാണിക്കുന്ന മാതിരി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് മറ്റേ ഈ വാളം പിടിച്ചിട്ട് കറങ്ങിയിട്ട് അവസാനം വിഷയം മാറ്റരുത്. ഒന്ന് നോക്കൂ, PM ശ്രീ പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടതാണ്. ഇവിടെ എന്ത് MOU ആണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് PM ശ്രീ പദ്ധതി നല്ല പദ്ധതിയാണ്, അതിന് പുതിയൊരു സംവിധാനം പഠിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവരുടെ മന്ത്രിയല്ലേ, ഈ LDFന്റെ മന്ത്രിമാർ വന്നിട്ട് പറഞ്ഞല്ലേ അന്നൊന്നൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നിട്ട് ആരും കാണാതെ പോയിട്ട് ഇവർ PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് ഞങ്ങൾ എന്തോ RSSനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞങ്ങൾ RSSനെതിരാണ് എന്നൊക്കെ പറയാൻ നാണമില്ലേ? മറുവശത്ത് ഈ BD സതീശൻ വന്നിട്ട് UDF സർക്കാർ എന്താ കാണിക്കുന്നത്, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും, PM ശ്രീ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ എന്തെതിർക്കാൻ. ഒരു അല്പത്തരം കാണിക്കുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടി. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ സിലബസിൽ കൈയെടുത്താൽ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ നോൺ BJP നോൺ BJP മുഖ്യമന്ത്രി ഇവരോട് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾ നോൺ BJP മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നിട്ട് എന്തോ അങ്ങോട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ സാറേ, ഈ PM ശ്രീ പദ്ധതിയിൽ സിലബസ് തയ്യാറാക്കുന്ന അതാത് ബോർഡ് തന്നെയാണെന്ന്. കേരളത്തിൽ വരുന്ന 152 ബ്ലോക്കുകളിൽ വരുന്ന ഏകദേശം 304 സ്കൂളുകൾ PM ശ്രീ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സ്കൂളുകളിലെ സിലബസ് തയ്യാറാക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങോട്ട് ഡൽഹിയിലേക്ക് ഒരു ഫോൺ വിളിക്കേണ്ട ആവശ്യമൊന്നും വേണ്ട.